കൊത്തട മോനെ കൊത്ത്. കൊത്തൂലെന്നാ മെസ്സേജ്. മുടി നീട്ടി വളർത്തിയവരെ തെരഞ്ഞെടുത്ത് കൊല്ലുന്ന സൈക്കോ കില്ലർ ഇറങ്ങിയിട്ട് ആളുകൾ ജാഗ്രത വലിക്കണം. പോലീസ് ജാഗ്രത വലിക്കണം. പിന്നെ ആരാ വലിക്കുക? അല്ലല്ല, ഒരു മീൻ കേട്ടോ നല്ല വാലൊക്കെ ആയിട്ട് പോകുന്നു. ദിവസം ഭക്ഷണം കൊടുക്കുന്ന നന്ദി കാണിക്കുന്ന നന്ദി ഉണ്ട്. ഏടാണ് ഈ രാത്രിക്ക് ചുറ്റികലെടുത്തിട്ട് പാറപ്പണിക്ക് പോന്നിയാ? എന്തിനാണ് രാത്രിക്ക് ഇരുന്ന് ഇങ്ങനത്തെ കോമഡി പറയുന്നത്? ഞാൻ ഡാർക്ക് ഹ്യൂമർ ഇഷ്ടപ്പെടുന്നാണല്ലേ. ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ മീനൊന്നും വരില്ല. നിങ്ങളെന്ത് വർത്താനം പറയുന്നത്? നിങ്ങളെ വീട്ടിന്റെ പുറത്ത് ആരെങ്കിലും രാത്രിക്ക് ഒച്ചപ്പാടാക്കിയാല് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരൂലേ? അതല്ലേ വരൂ. അത് വരുത്തണ്ട. എന്താ പേര്? അത് മുഷു ആണ്. മുഷു. അതിന്റെ പേരല്ല, നിന്റെ പേരെന്താന്ന് ചോദിച്ചേ. എന്റെ പേര് കുഞ്ഞാണി. എന്താ? അതൊരു തെറിയല്ലേ? എന്റെ പേരാ പറഞ്ഞു. എന്താ നിങ്ങളെ പേര്? അതവിടെ ഇരിക്കട്ടെ. ഞാൻ ഈ കുഞ്ഞാണിയെ ചുറ്റിയൊക്കെ അടിച്ച് അകത്താക്കാൻ വന്ന സൈക്കോ കില്ലർ. ചേട്ടാ, ഈ പേടി വരുമ്പോഴുന്ന ശബ്ദം ഉണ്ടല്ലോ. അയ്യോ, എനിക്ക് ഭാര്യ 2 മക്കളുണ്ട്. 1 4ലും 1 2ലും. എണീക്കണം. ഞാൻ സെൻസസ് എടുക്കാൻ വന്നല്ല, നിന്നെ കൊല്ലാൻ വന്ന. കൊല്ലല്ലാട്ടാ. എന്താടാ ഇത്? ഇത് മീൻ കൊടുക്കള ഇരയാണ് ചേട്ടാ. അതെന്തിനാണ് നീ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്? എന്റെ ചേട്ടാ, കോടതി പറഞ്ഞിട്ട് ഇരകളെ മുഖം പുറത്ത് കാണിക്കാൻ പാടില്ല. അല്ല ചേട്ടാ, നിങ്ങളെന്തിനീ നാട്ടുകാരിക്കാൻ തച്ചു കൊല്ലുന്നു? നിങ്ങൾക്ക് ഈ നാടിനൊരു താങ്ങായി നിന്നാ പോരെ? ഞാൻ കില്ലറാണ്, അല്ലാതെ പില്ലറല്ല. ഈ ചുറ്റിക്ക് ഒരുപാട് ചോരയുടെ കഥ പറയാനുണ്ട്. എന്റെ ചേട്ടാ, നിങ്ങളെന്നെ ജീവിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായി ജീവിക്കാനുള്ള അവസ്ഥ ഞാൻ ഉണ്ടാക്കി തരാം. അതെങ്ങനെ? സിനിമ നടന്ന അപ്പാൻ ചേർത്തില്ലേ, എന്റെ ചെങ്ങയ്യ, അവന്റെ ഡേറ്റ് ഞാൻ മേടിച്ചരാ. ഇതെങ്ങനെ? നിങ്ങൾ ഈ ചുറ്റിക 10-25 കഥ പറയില്ലേ, അതിലേതെങ്കിലും ഒരു കഥ പറഞ്ഞ് നമുക്ക് സെറ്റാക്കാം. രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോര മാത്രം കുടിക്കുന്നവനാണ് ഞാൻ. എന്താ ഡയറ്റിന്റെ പ്രശ്നം ഉണ്ടാ? ഒരു വാടകക്കൊലയാളി എന്ന നിലയിൽ എനിക്ക് പേരെടുക്കണം. മുടിയൻ സൈക്കോ കില്ലർ എന്ന പേരിൽ എനിക്ക് ഇന്ത്യയിലെ 28 ഭാഷയിലും തർജ്ജമ ചെയ്ത് അറിയാം. മുടിയൻ സൈക്കോ കില്ലർ. എന്തിനാണോ നീ ചിരിച്ചത്? അല്ല, ഈ മുടിയൻ സൈക്കോ കില്ലറിന്റെ പേര് തമിഴിലൊക്കെ വന്നുള്ള അവസ്ഥ വിചാരിച്ചു. അറിയാൻ പാടില്ലാത്തോണ്ടാ. അതന്നെയിപ്പോ പ്രശ്നം. ഏതാ ഒറിജിനൽ ഇപ്പൊ ആയിരിക്കും മനസ്സിലായി. നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടല്ലേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ എങ്ങനെ കില്ലറായെന്ന് എനിക്കറിയാം. ഇല്ല, ഒരു കേസ് ഉണ്ട് അച്ഛന്. ഒരു കേസ് ബീർ നൽകണ്ട, ഒരു കേസ് അച്ഛനാ. അതല്ലടാ, എന്റെ അച്ഛൻ ഒരു കേസ് ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ ബാബുവാരിയുടെ ചന്ത സിനിമ കണ്ടിട്ട് മുടിയൊക്കെ നീട്ടി വളർത്തി അച്ഛൻ ചന്തയിൽ പോയി പൊങ്ങിച്ചാടി. നാട്ടുകാർ തല്ലിക്കൊന്ന്. ബാബുവാനിക്ക് പാന്റ് ഉണ്ടായിരുന്നു, അച്ഛനും മുണ്ടായിരുന്നു. അപ്പൊ നിക്കറോ? ഇല്ലാത്ത കാര്യത്തെ പറ്റി പറയരുത്. അതിനുശേഷം പിന്നെ എനിക്ക് ബാബുവിനോട് ദേഷ്യമായി. പിന്നെ മുടി വളർത്തിയ എല്ലാ അമ്മമാരോടും എനിക്ക് ദേഷ്യമായി. നീ എന്റെ വീട്ടിലൊന്ന് വന്ന് നോക്കണം. അമ്മയൊക്കെ ഇപ്പൊ മുടിയും പെട്ടി 3-ാം പക്കത്തിലെ തിലകന്റെ കൂട്ട് നടക്കുക. ഈ ജീവണുക വന്നില്ല ഇപ്പൊ കിടന്ന് പാടുന്നേ. അതാ ഞാൻ ചോദിക്കും. അതെല്ലാം പോട്ടെ, ഇന്നലെ 28 തികഞ്ഞു. അപ്പൊ നൂലെല്ലാം കെട്ടിയിട്ടുണ്ടാവല്ലോ. 28 കൊലപാതകങ്ങൾ ചെയ്തു കഴിഞ്ഞു. അങ്ങനാ? സൈക്കോ കില്ലറെ ശരിനെ, പക്ഷെ ഏലസെല്ലാം കെട്ടിയിട്ടുണ്ടല്ലേ. അതെ, രാത്രി ഇറങ്ങി ഇറങ്ങുമ്പോ പേടിക്കണ്ടെന്ന് വിചാരിച്ച അമ്മ ജപിച്ച് കെട്ടി തന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്താണ്? നിങ്ങളെ ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചിരിക്കും. എന്നെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാ, പോലീസിന്റെ കയ്യിൽ എന്റെ ഈ ഇടത്തെ കയ്യിലെ ഈ പച്ചയല്ലാതെ ഒരു തെളിവുമില്ല. നിങ്ങളെ കയ്യിൽ പച്ചയെല്ലാം കുത്തിയിട്ടുണ്ടാ? നിങ്ങളെ പോലത്തെ ഒരാളെ ഞാൻ നോക്കി നടക്കുന്നു. എന്തിനാ? അതായത് നിങ്ങൾ ഈ മുടി നീട്ടി വളർത്തിയവരെ തെരഞ്ഞു പിടിച്ച് കൊല്ലുന്ന ആളല്ലേ. നിങ്ങൾ ഈ പച്ച കുത്തിവരെ കൊല്ലുന്ന ആളെ കണ്ടില്ലല്ലോ. ഇനി 28 ഞാൻ 32. 32. സ്കിറ്റ് കൊള്ളായിരുന്നു. പക്ഷെ സ്കിറ്റിന്റെ മുമ്പ് ഒരു കഥ നമുക്ക് കേൾക്കാനുണ്ടായിരുന്നു. ഒരു കഥ സൊല്ലട്ടുമാ? അല്ല, അത് അതെ, ചോദിക്കുന്നതിന് മുമ്പ് സ്കിറ്റ് അങ്ങ് പോയി. എന്തായിരുന്നു ആ ഒരു ബന്ധം, ധനീഷും ശരത്തേനും തമ്മിലുള്ള ഒരു ബന്ധം? ഞങ്ങൾ പരിചയപ്പെടുന്ന സമയത്ത് ശരത്ത് ഫസ്റ്റ് പടം ചെയ്തിട്ട് നിൽക്കുക. അങ്കമാലി. അന്നേരം ഞാൻ യൂണിയൻ മെമ്പർ ആയിരുന്നു. അവിടെ യൂണിയൻ മെമ്പർ ആയിരുന്നു. അങ്ങനെയാണ് ശരത്തിനെ. അപ്പൊ ശരത്ത് അങ്ങനെ സ്റ്റാർ ആയി നിൽക്കുന്ന സമയത്താണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഞാൻ അതിനുശേഷം 2 വർഷം കഴിഞ്ഞ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കാൻ വേണ്ടി പോയി. അന്നേരം ശരത്തിനെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് സംഘാടകർ എന്നോട് പറഞ്ഞു, നിനക്ക് പരിചയമുള്ളത്, അപ്പൊ ശരത്തിനെ പിക്ക് ചെയ്യാൻ കാക്കനാട് നീ തന്നെ പോകാൻ പറഞ്ഞു. അപ്പൊ ഞാനങ്ങനെ ചെല്ലപ്പോണ്ട് പുള്ളി വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരും, വണ്ടി വന്ന് നിന്ന് ഇതാ വരുന്നു പറഞ്ഞു. അളിയാ നീയാ, ചായ കുടിച്ചിട്ട് പോകാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് പോകുന്ന വഴിക്ക് കുടിക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ
മലയാള സിനിമയിൽ എവിടെ നിന്നുണ്ടാലും അളിയാന്ന് വിളിക്കാനുള്ള ഒരേ ഒരാള് ശരത്താണ്. ഞാനും രേണു ഒരുമിച്ച് പഠിച്ചതാണ് കോളേജിൽ. എനിക്ക് രേണു കാലടിയിൽ പഠിച്ചതെന്ന് അറിയില്ല. രേണു ഞാൻ ഒരുമിച്ച് നാടകം ചെയ്തിട്ടുണ്ട് ഒത്തിരി. നിങ്ങളുടെ ബാച്ചിൽ വേറെ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നു? ആരുടെ പേര് ആ സമയത്ത് ഗ്രേസ് ആന്റണി. ഗ്രേസ് ആന്റണി, അതെ ഗ്രേസ് ആന്റണി ആണോ? കോളേജിൽ പഠിച്ചതാണ്. ഹലോ, അവിടെ പഠിച്ചാ മതിയായിരുന്നു നമുക്ക്. ഒരുപാട് പേരുണ്ട്. സുരഭി ചേച്ചി, ദിലീഷ് ചേട്ടൻ ഞങ്ങളുടെ കോളേജിൽ പഠിച്ചതാ. വെറുതെ നമ്മൾ നന്നാവാത്ത, നമ്മൾ അവിടെ പഠിച്ചില്ല. നമ്മളവിടെ പഠിച്ചവരൊക്കെ പൂജപ്പുര കിടക്കണം. ബ്രോ അടിപൊളി സ്കിറ്റ് ആയിരുന്നു ബ്രോ, നല്ല സ്കിറ്റ് ആയിരുന്നു. രഞ്ജിത്ത് സൂപ്പർ. അപ്പൊ എന്തായാലും കോമഡി മാസ്റ്റേഴ്സിൽ നിങ്ങളുടെ സ്കിറ്റിന് എത്രത്തോളമാണ് ബാറ്ററി ചാർജ് കയറിയിരിക്കുന്നത് എന്നുള്ളത് നോക്കാനുള്ള ടൈം ആയിരിക്കാണ്. നോക്കാം. 18,000 rupees ആണ് ലഭിച്ചിരിക്കുന്നത്. ശ്വേത ചേച്ചി, യെസ് പ്ലീസ് ട്രാൻസ്ഫർ. ചേച്ചിയാണല്ലോ ഖജാൻജി. അതെ, ആ ഫോൺ എടുത്തോണ്ട് പോകല്ലേ. And